قل إن كانت لكم الدار الآخرة عند الله خالصة من دون الناس فتمنوا الموت إن كنتم صادقين. സൂറത്തുൽ ബഖറയിലെ 94-ാമത്തെ ആയത്താണ് ഇപ്പോൾ ഓതിക്കേൾപ്പിച്ചത്. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ചില നിയമങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമതായി ഇൻ കാനത്ത്, സുക്കൂനുള്ള നൂനിന് ശേഷം കാഫ് വന്നു. അൽ ഇഖ്ഫാ ഉൽ ഹഖീഖിയാണ് നിയമം. അതേപോലെ ഇൻദല്ലാഹി, അവിടെയും ഇഖ്ഫ ആണ് നിയമം. ഖാലിസതൻ മിൻ, തൻവീന് ശേഷം മീം വന്നു. അൽ ഇദ്ഗാം ബിഗുന്നയാണ് അവിടെ നിയമം. തൻവീൻ്റെ ശബ്ദം മീമി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. ഖാലിസതൻ മിൻ. മാത്രമല്ല ഖാലിസ എന്ന വാക്കിലുള്ള ഖാഇനെ കനപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മിൻ ദൂനിന്നാസ്, അവിടെ അൽ ഇഖ്ഫാ ഉൽ ഹഖീഖിയാണ് നിയമം. സുക്കൂനുള്ള നൂനിന് ശേഷം ദാല് വന്നു. സുക്കൂനുള്ള നൂനിൻ്റെ ശബ്ദം അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. അന്നാസ്, നൂനിൻ്റെ മേലെ ശബ്ദ വന്നതുകൊണ്ട് തന്നെ 2 ഖദ്ർ മണിക്കേണ്ടതാണ്. ഫതമന്നവുൽ മൗത്ത്, ഫതമന്നൗ എന്ന വാക്കിൽ നിർത്തുമ്പോൾ സുക്കൂൻ കൊണ്ടാണ് നിർത്തേണ്ടത്. എന്നാൽ കൂട്ടി വായിക്കുമ്പോൾ വാവിന് ദമ്മ് കൊടുക്കേണ്ടതാണ്. ഫതമന്നവുൽ മൗത്ത് ഇൻ കുൻതും, ഈ 2 വാക്കുകളിലും അൽ ഇഖ്ഫാ ഉൽ ഹഖീഖിയാണ് നിയമം. സുക്കൂനുള്ള നൂനിൻ്റെ ശബ്ദം അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. ഒന്നും കൂടി നമുക്ക് ഈ ആയത്ത് പൂർണ്ണമായും കേൾക്കാം. قل إن كانت لكم الدار الآخرة عند الله خالصة من دون الناس فتمنوا الموت إن كنتم صادقين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ 94-ാമത്തെ ആയത്താണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഖുൽ ഇൻ കാനത് ലകുമുദ്ദാറുൽ ആഖിറതു ഇൻദല്ലാഹി ഖാലിസതൻ മിൻ ദൂനിന്നാസി ഫതമന്നവുൽ മൗത ഇൻ കുൻതും സ്വാദിഖീൻ. ഇവിടെ ഈ ആയത്തിൽ പരാമർശിക്കപ്പെട്ട വാക്കാർത്ഥങ്ങൾ ഖുൽ, പറയുക, ഇൻ കാനത്ത്, ആണെങ്കിൽ അല്ലെങ്കിൽ ആയിരുന്നാൽ, ലക്കും, നിങ്ങൾക്ക്, അദ്ദാറുൽ ആഖിറത്ത്, പരലോക ഭവനം, ഇൻദല്ലാഹി, അല്ലാഹുവിങ്കൽ, ഖാലിസതൻ, മാത്രമായി, മിൻ ദൂനി, കൂടാതെ അല്ലെങ്കിൽ പുറമെ, അന്നാസ്, മനുഷ്യരെ, ഫതമന്നൗ, എന്നാൽ നിങ്ങൾ കൊതിക്കുവിൻ, അൽ മൗത്ത, മരണത്തെ, ഇൻ കുൻതും, നിങ്ങളാണെങ്കിൽ, സ്വാദിഖീൻ, സത്യം പറയുന്നവർ. അപ്പോൾ ഈ വാക്കാർത്ഥങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ ഈ ആയത്തിൻ്റെ അർത്ഥം, പറയുക, മറ്റാർക്കും നൽകാതെ നിങ്ങൾക്ക് മാത്രമായി അള്ളാഹു നീക്കിവച്ചതാണ് പരലോക ഭവനമെങ്കിൽ നിങ്ങൾ മരിക്കുവാൻ കൊതിച്ചുകൊള്ളുക, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ. ഇവിടെ സഹോദരങ്ങളെ, ഈ 94-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും യഹൂദികൾക്ക് ചിന്തിക്കുവാൻ ഉതകുന്ന രൂപത്തിൽ അവരുടെ അവകാശവാദം അത് വെറും കേവലം പൊള്ളയായ വർത്തമാനം മാത്രമാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്
അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറയുന്നത്. ഞങ്ങൾ യഥാർത്ഥ ഈമാനുള്ളവരാണ്, ഞങ്ങളാണ് യഥാർത്ഥ സത്യവിശ്വാസികൾ. ആ നിലക്ക് പരലോക ഭവനം എന്ന് പറയുന്നത് അത് അള്ളാഹു ഞങ്ങൾ ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി ഒരുക്കി വെച്ചതാണ് എന്ന പൊള്ളയായ വർത്തമാനത്തെ ഗണ്ണിക്കുന്നതാണ് സഹോദരങ്ങളെ സൂറത്തുൽ ബഖറയിലെ ഈ 94-ാമത്തെ ആയത്ത്. വാസ്തവത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചവർക്കും അതുപോലെ അവന്റെ ഔലിയാക്കൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയ മഹത്തായ പ്രതിഫലമാണ് എല്ലാവിധ സുഖങ്ങളുടെയും സമാധാനത്തിന്റെയും ഭവനമായ സ്വർഗം. ഈ ഭൗതിക ലോകത്തെ ജീവിതത്തിൽ നമ്മൾ താമസിക്കുന്ന നമ്മുടെ ഭവനത്തിനപ്പുറം മനുഷ്യന് താമസിക്കുവാൻ വേണ്ടി, എന്നേക്കും താമസിക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയ മറ്റൊരു ഭവനം, അത് മനുഷ്യന് നാളെ പരലോകത്താണ് ലഭിക്കുക. അത് ആർക്കാണ് ലഭിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ഖസസിലെ 83-ാമത്തെ ആയത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. തിൽക ദാറുൽ ആഖിറതു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ. ഭൂമിയിൽ ഔന്നത്യമോ കുഴപ്പമോ ആഗ്രഹിക്കാത്തവർക്കാകുന്നു ആ പാരത്രിക ഭവനം നാം ഏർപ്പെടുത്തി കൊടുക്കുന്നത്. വൽ ആഖിബതു ലിൽ മുത്തഖീൻ. അന്ത്യഫലം സൂക്ഷ്മത പാലിക്കുന്നവർക്ക്, മുത്തഖീങ്ങൾക്ക് അനുകൂലമായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുകയാണ്. അപ്പോൾ സഹോദരങ്ങളെ, ദാറുൽ ആഖിറ അഥവാ ആ മഹത്തായ ഭവനം എന്ന് പറയുന്നത് അത് സകലവിധ ഐശ്വര്യങ്ങളുമുള്ള സമ്പൂർണമായ സ്വർഗീയ ഭവനമാണ്. ഈ ലോകത്ത് അഹംഭാവവും ഗർവും നടിക്കാതെ, അക്രമവും അനീതിയും ചെയ്യാതെ, വിനയത്തോടും മര്യാദയോടും അച്ചടക്കത്തോടും കൂടി ജീവിക്കുന്ന സജ്ജനങ്ങൾക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഭവനം ഒരുക്കിയിട്ടുള്ളത്. ഈ ഭവനത്തെ കുറിച്ചാണ് യഹൂദികൾ പറഞ്ഞത് അത് അവർക്ക് അല്ലാഹു ഒരുക്കിയ ഭവനമാണ്. സ്വർഗമെന്ന് പറയുന്നത് അത് അവർക്ക് നാളെ പരലോകത്ത് ലഭിക്കാനുള്ളതാണ് എന്ന്, ആ സ്വർഗത്തിൽ മറ്റാരും പ്രവേശിക്കുകയില്ല എന്നാണ് യഹൂദികൾ പൊതുവിൽ വാദിക്കാറുള്ളത്. ഞങ്ങൾ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരാണ്, ഞങ്ങൾ അള്ളാഹുവിന്റെ മക്കളാണ് എന്നൊക്കെ യഹൂദികൾ പലപ്പോഴായി സംസാരിക്കാറുള്ള അവരുടെ ചില ജൽപ്പനങ്ങളിൽപ്പെട്ട വർത്തമാനങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ യഹൂദികൾ പറയുന്ന ആ വർത്തമാനത്തെ, ഈ വാദത്തെ പൂർണ്ണമായും ഗണ്ണിക്കുകയും അവരുടെ ഈ വാദങ്ങളെല്ലാം കളവാണ് എന്ന് കൃത്യമായി സ്ഥാപിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 94-ാമത്തെ ആയത്തിലൂടെ ചെയ്യുന്നത്. ഖുൽ ഇൻ കാനത് ലകുമുദ് ദാറുൽ ആഖിറതു ഇൻദല്ലാഹി ഖാലിസതൻ മിൻ ദൂനിന്നാസ് ഫതമന്നഉൽ മൗത്ത് ഇൻ കുൻതും സ്വാദിഖീൻ. പറയുക, മറ്റാർക്കും നൽകാതെ നിങ്ങൾക്ക് മാത്രമായി അല്ലാഹു നീക്കി വെച്ചതാണ് പരലോക ഭവനമെങ്കിൽ നിങ്ങൾ മരിക്കുവാൻ കൊതിച്ചുകൊള്ളുക എന്ന്. നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ അതാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുകയാണ്. അപ്പോ നിങ്ങൾ സത്യമായി കൊണ്ടാണ്, ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ ഇത്തരം വാദങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങളൊന്ന് മരിക്കുവാൻ കൊതിച്ചുകൊള്ളുക എന്നാണ് സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി കൊണ്ട് ഇവിടെ എടുത്തു പറയുന്നത്. ഇവിടെ ഈ ആയത്തിൽ അല്ലാഹു യഹൂദികളോട് പറഞ്ഞ ഈ വിഷയത്തിന്റെ താല്പര്യം എന്താണ് എന്നതിനെ കുറിച്ച് കൃത്യമായി തഫ്സീർ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്ന രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ വിഷയങ്ങൾ കൂടുതലായി നമുക്ക് ചർച്ച ചെയ്തുകൊണ്ട് പഠന വിധേയമാക്കാം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.